ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിന് പിന്നാലെ രാജ്യത്തെ പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ സൈന്യത്തിന് നൽകാൻ ആലോചന. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നിർണായക യോഗം ചേർന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരും ഒപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ഒക്കെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു ഘട്ടത്തിലാണോ ഇപ്പോൾ ഇത് സൈന്യത്തെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? രാജ്യത്തെ പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ സൈന്യത്തിന് നൽകാൻ ആലോചന എന്നുള്ളതാണ്. ഇതിലൊരു അന്തിമ തീരുമാനമായിട്ടുണ്ടോ? പ്രവിത, സുപ്രധാനമായ ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് പ്രവിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേന്ദ്ര സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതിനെതിരെ യുവാക്കളുടെ ഭാഗത്തു നിന്നും കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ഈ കോക്രോച്ച് ജനതാ പാർട്ടി അടക്കമുള്ളവർ സജീവ ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ വസതിയിൽ നിർണായക യോഗം ചേർന്നിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറലും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. 40 മിനിറ്റോളമാണ് ഈ യോഗം നീണ്ടുനിന്നത്. പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചർച്ചയുടെ ഭാഗമായി പങ്കെടുത്തിരുന്നു. അതിന് ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വാർത്ത പുറത്തുവരുന്നത്. പ്രധാന പരീക്ഷകളുടെ ചോദ്യപേപ്പർ സുരക്ഷ സൈന്യത്തിന് നൽകാനുള്ള ആലോചന എന്നുള്ള വിവരമാണ് ഇപ്പോൾ ബൽറാം നെടുങ്ങാടി പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.